ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ക്രിസ്റ്റീന. എനിക്ക് ഇപ്പം എന്തോ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം, വ്ളോഗ് ഇട്ട് തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നി. നേരത്തെ തൊട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് ഞാൻ ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പാട്ടൊക്കെ പാടി കിട്ടും, പക്ഷെ അതൊക്കെ ഇപ്പം നോക്കി കിട്ടത്തില്ല, കാരണം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല, യൂട്യൂബിനകത്ത് ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങണം എന്നൊക്കെ തോന്നി. ഇറ്റ്സ് നെവർ ടു ലേറ്റ് അല്ലേ. എനിക്കങ്ങനെ എത്ര വലിയ ലേറ്റ് ആയിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നിയ ടൈം വാസ് കോവിഡ് ടൈമിലൊക്കെ ഇരുന്ന് കുറേ വ്ളോഗൊക്കെ കാണുന്ന ടൈമിൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ ആ ടൈമിൽ അങ്ങനെ എന്നെക്കുറിച്ച് വലിയ പരിപാടി അറിയാത്തത് കൊണ്ടും കുഞ്ഞായതുകൊണ്ടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു തുടങ്ങുന്നതിനോട്. പക്ഷെ ഇപ്പം എന്തോ വ്ളോഗ് ഇട്ട് തുടങ്ങാം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. ഞാൻ പാട്ടിട്ട് തുടങ്ങിയപ്പോഴും അല്ലാതെ ഡാൻസൊക്കെ കളിച്ച് ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോഴും ഒക്കെ എനിക്കില്ലാത്തൊരൊറ്റ കാര്യമുള്ളൂ, കൺസിസ്റ്റൻസി. ഡെഡിക്കേഷനുണ്ട്, ഹാർഡ് വർക്ക്, അതിൻ്റെ പുറകിൽ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഹാർഡ് വർക്കും എല്ലാം ഉണ്ട് എനിക്ക്. പക്ഷേ ഡെഡിക്കേഷൻ ഉണ്ടായിട്ട് പോലും കൺസിസ്റ്റൻസി എനിക്കത്ര ഇല്ല. കാരണം ഞാൻ ഒരു വീഡിയോ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ട് ഈ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എത്ര വീഡിയോസ് ഞാൻ ഇടുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് തന്നെ എല്ലാ വീഡിയോസും അങ്ങനെയൊന്നും എടുക്കുന്നില്ല ഞാൻ. പക്ഷേ എപ്പോഴൊക്കെ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ കൺസിസ്റ്റൻസി ഒരു ക്വസ്റ്റ്യനായിട്ടായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ എപ്പോൾ വരുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ ചിലപ്പോൾ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ആദ്യമൊക്കെ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നിരിക്കും. പക്ഷേ അത് ഇനി മുന്നോട്ട് അങ്ങോട്ട് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. എപ്പോഴൊക്കെയാണ് ഞാനിപ്പം വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്യുന്നതെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്നെ വീഡിയോ ചെയ്യാനും യൂട്യൂബ് ചാനൽ തുടങ്ങി വ്ളോഗ് ഇടാനും ഒക്കെ എൻ്റെ പുറകിൽ എൻ്റെ ഫുൾ ഫാമിലി സപ്പോർട്ടുണ്ട്. പക്ഷേ കൂടുതലും എന്നോട് ഇങ്ങനെ അതിട് നീ അതിട് എന്നൊക്കെ പറയാനായിട്ട് എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പുള്ളി ഫുള്ള് എന്നോട് പറഞ്ഞുതരും, നീ അങ്ങനെ ഇട്, വ്ളോഗൊക്കെ വെറുതെ അങ്ങോട്ട് എടുത്തിട്, നമ്മൾ അവിടെ പോകുന്ന ഇവിടെ പോകുന്നതൊക്കെ വ്ളോഗായിട്ട് അങ്ങ് എടുത്തിട്, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എന്താ അച്ഛയ്ക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിട്ട് കളയുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കായിട്ട് അങ്ങനെ തോന്നി, അതുകൊണ്ട് വ്ളോഗ് എടുത്ത് ഇടുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് എന്നെക്കുറിച്ച് സംസാരിക്കാനാണ്. എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇപ്പോൾ ഒരാൾക്ക് വന്ന് കേട്ടാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് എന്നിട്ട് അവസാനം ആൾക്കാർക്ക് സ്വിച്ച് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. കാരണം ഞാൻ സംസാരം നിർത്തുന്ന കൂട്ടത്തിലല്ല. എന്തെങ്കിലുമൊക്കെ പറയും, എന്നെക്കുറിച്ച് തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഞാനിപ്പോൾ ഇന്ന് പുതിയതായിട്ട് കണ്ടൊരു സാധനമായിരിക്കാം, കണ്ടൊരു സിനിമയായിരിക്കാം, കേട്ട ഒരു പാട്ടായിരിക്കാം, എന്താണേലും ഞാൻ അതിനെക്കുറിച്ച് ഉള്ളതല്ലേലും ഉണ്ടാക്കിയാലും പറയും. എനിക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ശരിക്കും റിസർച്ച് ചെയ്ത് വന്നതെന്ന് ഒരാളോട് പറഞ്ഞു കൊടുക്കും ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം സംസാരിക്കാനായിട്ട്. കുഞ്ഞിലേ തൊട്ടേ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. സംസാരം എൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ള രീതിയിലാണ് ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഈ സംസാരിക്കാൻ. അത് പിന്നെ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പം എൻ്റെ ഹോബീസ് പറയണമല്ലോ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് ഹോബീസ് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഹോബീസ്, ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, വരയ്ക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസിയുമായിട്ട് ഞാൻ ഭയങ്കര എനിമീസ് ആയതുകൊണ്ട് തന്നെ പാട്ട് ഞാൻ കേൾക്കും. പാടൽ എപ്പോഴും ഇല്ലെങ്കിലും കേട്ട് എനിക്ക് തന്നെ ലിറിക്സും സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കയറും. ഡാൻസ് ആണെങ്കിലും കണ്ട് നമുക്ക് ഇപ്പം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ ഉണ്ടല്ലോ, തന്നെ അങ്ങനെ കണ്ട് നമ്മുടെ മനസ്സിൽ കയറും. വരയ്ക്കൽ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമല്ല. കൊണ്ട് എനിക്ക്, പക്ഷെ വരയ്ക്കുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർക്കും ഞാൻ. പക്ഷേ അതിന് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളൊരു സംഭവമുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു പിക്ചർ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര നേരം എടുത്തിട്ടാണെങ്കിലും ഞാൻ തീർക്കും. പക്ഷെ അത് എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വരയ്ക്കലൊക്കെ വെക്കേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ ഞാൻ വരയ്ക്കാറില്ല. വരയ്ക്കുവാണെങ്കിൽ നല്ല കട്ടി പിക്ചേഴ്സേ വരയ്ക്കത്തുള്ളൂ. ചിലപ്പം വരയ്ക്കുവാണെങ്കിൽ അടുപ്പിച്ച് 2-3 പിക്ചേഴ്സ് ഒരുമിച്ചൊക്കെ ഇരുന്ന് വരയ്ക്കും. അതൊക്കെയാണ് എൻ്റെ ചെറിയ വട്ടാണത് കേട്ടോ. പിന്നെ പാട്ട്
പാട്ട് കേൾക്കും, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒബ്വിയസ്ലി പാട്ട് പാടുന്നവർക്ക് പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതോർത്ത് പാട്ട് കേൾക്കുന്നവർ എല്ലാവരും പാടണമെന്നും ഇല്ല. എൻ്റെ ഒരു ചെറിയ സംഭവമായിരുന്നു അത് എനിക്കും ചെറിയ കൺഫ്യൂഷനായി, കുഴപ്പമില്ല. പിന്നെ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുന്നത് തന്നെ ഞാൻ പഠിച്ചത്, ഞാൻ ഈ റീൽസൊക്കെ കണ്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ പാട്ട് പാടുന്നതിൽ ചെറിയ കോമ്പറ്റീഷനൊക്കെ പള്ളിയിൽ പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് ഈ വ്ളോഗുകൾ, കുഞ്ഞു കുഞ്ഞു വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോവിഡ് ടൈമിലാണല്ലോ നമ്മൾ കൂടുതലും വ്ളോഗ്സ് കാണാനൊക്കെ തുടങ്ങിയത്. ആ ടൈം തൊട്ടേ, പിന്നെ കോവിഡ് ടൈമിലായതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയൊരു ടൈമായിരുന്നു. അമ്മ അച്ഛയൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാനായിട്ട്, കുഞ്ഞായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനായിട്ട് കയറാൻ പറ്റുള്ളൂ, സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ വ്ളോഗ്സ് എടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പം ഞാൻ തന്നെ ഇരിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് സംസാരിച്ച് ഞാനിങ്ങ് എടുക്കും. ഫോണൊന്നും വേണമെന്നില്ല, ഞാൻ തന്നെ അങ്ങ് സംസാരിക്കും. എന്തെങ്കിലും പരിപാടിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ഞാൻ, ക്രിസ്ത്യാന യു ക്യാൻ ഡു ദിസ്, അല്ലേലും നിന്നെ കൊണ്ടല്ല പിന്നെ ആരെ കൊണ്ട് പറ്റാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എനിക്കിങ്ങനെ മോട്ടിവേഷനൊക്കെ തരും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ UK ഞാൻ പഠിക്കുന്നത്. ഫാമിലിയോടെ ഇപ്പം UK 4 വർഷമായുള്ളൂ വന്നിട്ട്, 3-4 വർഷമായുള്ളൂ വന്നിട്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ് പറഞ്ഞല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ സമയം ഉണ്ടായിരിക്കണമല്ലോ വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടികൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവൂ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ചൊരു വലിയ ABCD ഒന്നും അറിയത്തൊന്നുമില്ല. ആരും ABCD ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല തുടങ്ങുന്നതെന്നും അറിയാം. ഇത് പോകെ പോകെ എല്ലാവരും മനസ്സിലാക്കി വരുന്നൊരു സംഭവമാണ് യൂട്യൂബിൽ വ്ളോഗ് ഇടുക എന്നൊക്കെയുള്ളത്. അങ്ങനെ പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സൊക്കെ ഞാൻ തന്നെ എടുക്കുന്നത് കൊണ്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ടേക്ക് മോർ വ്ളോഗ്സ് ലൈക്ക് ഡേ ഇൻ മൈ ലൈഫിനെ കുറിച്ചും വാട്ട്സ് ഇൻ മൈ ബാഗ്, ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും കാണാം, സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വരും. എപ്പോഴേലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഞാൻ എടുക്കും എന്നെനിക്കറിയായിരുന്നു. വ്ളോഗ് എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ നമ്മളെന്തോ വലിയ സാധനമായിട്ടാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. അതെ, എല്ലാവരും ഒന്നും അങ്ങനത്തെ വലിയ രീതിയിൽ കാണണമെന്നില്ല, പക്ഷെ ഞാനിതെന്തോ വലിയ കാര്യമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വ്ളോഗ്സ് അധികം കാണാറില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു യൂട്യൂബ് ടു ഇൻസ്റ്റഗ്രാം ട്രാൻസിഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മളങ്ങനെ വ്ളോഗ്സ് കാണൽ കുറവായിരിക്കും. യൂട്യൂബിൽ കയറുമ്പം ഞാനിപ്പം ഷോർട്സ് കാണുന്ന ഒരാളാണ്, ഞാനങ്ങനെ വ്ളോഗ്സ് അധികം കാണത്തില്ല. അത് ചിലപ്പം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽസ് കണ്ടൊരു പരിചയം ആയതുകൊണ്ടായിരിക്കാം. വ്ളോഗ്സിനെക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടം ഷോർട്സാണ്. പിന്നെയും ഞാൻ വ്ളോഗ്സ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ സഞ്ജു ലക്ഷ്മിയുടെ വ്ളോഗ് അല്ല, അവരെങ്ങനെ സീരീസ് ആയിട്ട് ഉണ്ടാക്കുമല്ലോ, ഉപ്പും മുളകും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, എന്തെങ്കിലും സീരീസ് ആയിട്ടുള്ള സംഭവങ്ങളെ ഞാൻ കാണത്തുള്ളൂ, ഷോർട്ട് ഫിലിം അതൊക്കെ കാണത്തുള്ളൂ. അല്ലാതെ വ്ളോഗ് ഇരുന്ന് കാണണമെങ്കിൽ പിന്നെയും വലിയ ചർച്ചയൊക്കെയുള്ള വ്ളോഗായിരിക്കണം അങ്ങനെ. പക്ഷെ പണ്ട് ഞാൻ നേരത്തെ കോവിഡ് ടൈമിലൊക്കെ എന്ന് വെച്ചാൽ കുത്തിയിരുന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും വ്ളോഗ് കുത്തിയിരുന്ന് കാണുമായിരുന്നു. അങ്ങനെ അപ്പം ആ സമയത്ത് എനിക്ക് വ്ളോഗൊക്കെ വലിയ കാര്യമായതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ കുഞ്ഞതായിട്ടൊക്കെ ഇങ്ങനെ മിററിൻ്റെ അവിടെ പോയിരുന്നിട്ടൊക്കെ തന്നെ സംസാരിക്കുന്നത് എന്നോട് വലിയ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വ്ളോഗ് എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വ്ളോഗൊന്നും അങ്ങനെ വലിയ സംഭവം എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. അതിപ്പം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പിന്നെ എപ്പം തുടങ്ങാനാണ് അല്ലേ. പിന്നെ ഇപ്പം ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വെക്കേഷനിലിരിക്കുവാണ്, അതുകൊണ്ട് ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോൾ വീഡിയോ ഇടാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് കയറി തുടങ്ങി. കാരണം ഇപ്പം ഇവിടെ ഫുള്ള് ബിസി ആവുന്ന ഒരു ടൈമാണ്. 16 ആയി, ഐ എം 16 years old by the way. അപ്പം ഇനി ജോലി അങ്ങനെയൊക്കെയുള്ളത് നോക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഭാവിയിലോട്ട് ചെയ്യാമെന്നും പറഞ്ഞ് വെക്കുകയാണെങ്കിൽ ജോലി തിരക്ക് അല്ലാതെയും കുറേ സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് ചെയ്യാം, എന്തായാലും വെറുതെ ഇരിക്കുവാണല്ലോ എന്നുള്ള ഇതിൽ കയറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഞാൻ 0 എന്നുള്ളത്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി കയറാൻ ഇപ്പം എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കയറി ഞാനൊരു സംഭവം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനോട് എനിക്ക്
ഒട്ടും യോജിപ്പില്ലാത്തൊരു ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം ദിസ് ഇസ് ജസ്റ്റ് എ വെൽക്കമിങ് വീഡിയോ, വ്ളോഗ് എന്ന് പറയാം. ഞാൻ വ്ളോഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അത് ഓൺ വോയിസ് വ്ളോഗൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ കാണും. പക്ഷേ ഇനി അങ്ങോട്ട് വരുമ്പം എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഓരോരോ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇതിനകത്ത്, എൻ്റെ മോട്ടിവേഷനെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് പിന്നെ കൺസിസ്റ്റൻസി ഇല്ലയെന്ന് ഒരു കുറ്റം പറഞ്ഞു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വ്ളോഗിൽ പറയാൻ. ഫസ്റ്റ് വ്ളോഗാണ്. വ്ളോഗ് ഇടാൻ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു വെൽക്കമിങ് വ്ളോഗ് എന്ന രീതിയിലാണ്. അപ്പം താങ്ക് യു, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇതെന്നെ കൊണ്ട് പറ്റുമോ? എന്നെ തന്നെ എനിക്ക് കാണുമ്പോൾ എന്തോ കൂട്ടാവുന്നു. കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും അല്ലേ? പറ്റണമല്ലോ, പറ്റും. നിന്നെ കൊണ്ട് പറ്റും, നീ അടിച്ചോ, നിസ്സാരം.